സമയത്ത് എൻ്റെ സുഹൃത്തു മുഖാന്തരം ഐപ്ലസ് എന്ന പ്രൊഡക്റ്റിൻ്റെ ബെനിഫിറ്റ് ഞാൻ അറിഞ്ഞു. എൻ്റെ ഉമ്മക്ക് ആരോഗ്യപരമായിട്ട് ഒരുപാട് പ്രശ്നം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒന്ന് പ്രൊഡക്റ്റ് കൊടുക്കാൻ തീരുമാനിച്ചു. അതുകൊണ്ട് തന്നെ ഞാൻ ആരോട് സംസാരിക്കുമ്പോഴും ഐപ്ലസിനെ കുറിച്ച് പറയാതെ സംസാരിക്കാറില്ല എന്നുള്ളതാണ്. രണ്ടാമതൊരു കാരണമുണ്ട്. ഒരു പ്രൊഡക്റ്റ് വിറ്റാൽ 500 രൂപ കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ മലയാളിയാണ്, വെറുതെ കിട്ടുന്ന 500 നഷ്ടപ്പെടുത്താൻ വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. ഇതാണ് രണ്ടാമത്തെ കാര്യം. ഇത് സീരിയസ് ആയിട്ട് ഏറ്റെടുക്കാൻ മൂന്നാമതൊരു കാരണമുണ്ട്. ആ കാരണമാണ് ഇന്നിവിടെ നിങ്ങളെ മുമ്പ് എന്നോട് സംസാരിപ്പിക്കുന്നത്. 4 മാസത്തെ ലീവിന് നാട്ടിലേക്ക് വന്നപ്പോൾ നാട്ടിലുണ്ടായിരുന്ന ബിസിനസ് നല്ല പണി കിട്ടി. എൻ്റെ പാടം നല്ല പണി നിന്നു. ആള് മുങ്ങി. 92 ലക്ഷം കടക്കാനായിട്ട് ഞാൻ മാറി. തിരിച്ച് ഗൾഫിലേക്ക് പോകാൻ പറ്റുന്നില്ല, നാട്ടിൽ നിൽക്കാൻ പറ്റുന്നില്ല, ആകെ ലോക്കായി. ഇതിനെങ്ങനെ തിരിച്ചു കയറാൻ പറ്റും എന്നുള്ള ശ്രമം പല ബിസിനസ്സും ചെയ്തതൊക്കെ എട്ടിൻ്റെ പണി കിട്ടി. അവിടെ നിന്ന് ഈ ഒരു കമ്പനിയുടെ ഒരു ട്രെയിനിങ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ ഒരു ചാൻസ് കിട്ടി. അന്ന് എനിക്ക് മനസ്സിലായി, വേണമെന്ന് കരുതി പ്രവർത്തിക്കാൻ തയ്യാറുണ്ടെങ്കിൽ എൻ്റെ കടം ഇതിലൂടെ വീട്ടാൻ എനിക്കൊരു തിരിച്ചറിവുണ്ടായി. അന്ന് മുതൽ ഈ ബിസിനസ് നെഞ്ചിലേക്ക് ആത്മാർത്ഥമായി. ഇവിടെ എൻ്റെ ബെനിഫിറ്റ് കിട്ടിയെന്ന് ചോദിച്ചാൽ, ഞാൻ ലോക്കലായി പൊട്ടി നിൽക്കുന്ന സമയത്ത് എന്നെ അറിയുന്ന ആളുകളൊക്കെ പറഞ്ഞത്, റാഷി ഗൾഫിലേക്ക് പോയി, ഗൾഫിൽ പോയാൽ എന്താ കിട്ടുക, എനിക്കറിയാം, എൻ്റെ കഴിവനുസരിച്ച് മാസം 50,000 രൂപ കിട്ടിയാൽ ഉണ്ടാക്കാം. ഇത് വെച്ചിട്ട് എങ്ങനെ കണക്ക് കൂട്ടിയിട്ടും, എനിക്ക് അറിയാവുന്ന കണക്ക് കൂട്ടിയിട്ടും എൻ്റെ കടം എന്ന് വീട്ടുമെന്നൊരു ക്ലാരിറ്റി കിട്ടുന്നില്ല. 50,000 എന്ന് പറഞ്ഞാൽ വലിയ വരുമാനമാണ്, ശരിയാണോ അല്ലേ? ഈ 50,000 രൂപ വെച്ചിട്ട് അതിന് ചെലവും കഴിയണം. ഇത് ചെലവിലേക്ക് എടുക്കുന്നില്ലെങ്കിൽ തന്നെ അത് മൊത്തം മാറ്റി വെച്ചാലും ഒരു വർഷം കൊണ്ട് 6 ലക്ഷം രൂപ ഉണ്ടാക്കാം. 6 വർഷം കൊണ്ട് 36 ലക്ഷം രൂപ ഉണ്ടാക്കാം. എന്നാൽ എൻ്റെ കടം കൊടുക്കുക. റാഷിദ് വിവ ചെയ്യാൻ തുടങ്ങിയിട്ട് 6 വർഷം കഴിഞ്ഞ് 7-ാം വർഷമാണ് ഈ ബിസിനസ്സിലൂടെ എൻ്റെ അക്കൗണ്ടിൽ വന്ന പ്രോഫിറ്റ് 2,10,00,000 രൂപ പ്രോഫിറ്റാണ്. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന കാറ് 92 ലക്ഷം കടം ഉള്ള ഒരാൾക്ക് കാർ കൂട്ടിയിട്ടുണ്ടാവും. അതൊക്കെ തീരുമാനമായി. രണ്ടാമതൊരു കാർ എടുത്തു, അതും ചില ആൾക്കാർ തീരുമാനമാക്കി. എന്നാൽ ഇന്ന് ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് 63 ലക്ഷം രൂപ വില വരുന്ന ഔഡി Q3 കാറിലാണ്. പറയാനുള്ള കാരണം, സാധാരണ ആളുകൾ പറയാറുണ്ട് ഞാൻ വട്ടപൂജ്യമാണെന്നൊക്കെ. എന്നെ സംബന്ധിച്ചിടത്തോളം വട്ടപൂജ്യത്തിലേക്ക് എത്തണമെങ്കിൽ -92 ലക്ഷം കടക്കാരനായിരുന്നു. ആ കടത്തിൽ നിന്നും ഇന്ന് നിങ്ങൾ മുമ്പിൽ ഇങ്ങനെ 2,10,00,000 പ്രോഫിറ്റ് വാങ്ങി എന്ന് പറയുന്നുണ്ടെങ്കിൽ എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും, എന്തെങ്കിലുമൊക്കെ ആവണമെന്ന് അന്വേഷിച്ചൊരു അവസരം അന്വേഷിക്കുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ, പ്രവർത്തിക്കാൻ തയ്യാറുണ്ടെങ്കിൽ, ഏറ്റെടുത്ത് സ്വന്തം തീരുമാനത്തിൽ പ്രവർത്തിക്കാൻ തയ്യാറുണ്ടെങ്കിൽ ഏതൊരാൾക്കും ഇതിലൂടെ ആഗ്രഹിക്കുന്നതിന് അപ്പുറത്തേക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഒറ്റ കാര്യം കൂടി പറഞ്ഞാൽ വൈകിട്ടില്ല. സെയിൽസ് പഴമൊഴിയിട്ട് പറയപ്പെടുന്നത് എങ്ങനെയാണ്, ഒരു വ്യക്തിക്ക് ദൈവം 5 അവസരം തരുമെന്നാണ് പറയപ്പെടുന്നത്. അത് എത്രമാത്രം സത്യം എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എനിക്ക് അറിയാവുന്ന സത്യം ഞാൻ പറയാം. എൻ്റെ ലൈഫ് വെച്ചിട്ട് എനിക്ക് പറയാൻ പറ്റും, 92 ലക്ഷം കടത്തിൽ നിന്നും 2,10,00,000 രൂപ പ്രോഫിറ്റ് ഞാൻ വാങ്ങിയിട്ടുണ്ടെങ്കിൽ എനിക്ക് പറയാൻ പറ്റും ഇതൊരു അവസരമാണ്. ഇതൊരു അവസരമായി കാണാൻ പറ്റുമെങ്കിൽ ഇത് നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും. സർവ്വ സക്സസ് ചെയ്യുക.